ഭയങ്കര പനിയാട്ടോ. പതില്ല പതിവിന് പിന്നെ ഫസ്റ്റ് കിട്ടിയില്ലേ പാപ്പാക്കോണ്ടേ പാപ്പാക്ക് തിന്നാ മതി പാപ്പ കൊറേ കുറച്ചേരായിരിക്കാൻ പാപ്പാ കഴിക്കൂ. നമ്മളെ സാറാബിയാണ് ക്യാമറ. കേക്കൊക്കെ മുറിച്ചു. ഇപ്പൊ ഒരു കവറിൽ എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. മൂത്തച്ഛന്റെ വക ഇളച്ചനില്ലൊരു സമ്മാനാണ്. ആദ്യമായിട്ടില്ല ലാമിയൻ അങ്ങനെ ബർത്ത്ഡേ ആണ് അറിഞ്ഞാണ്ട് ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടില്ല ബർത്ത്ഡേ സെലിബ്രേഷൻ വരെയല്ല. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണ് അറിഞ്ഞപ്പോ ഞാൻ രാവിലെ പോയി കണ്ട് ഇവനെ അല്ലെ ഇവളെ കൊണ്ടുവന്നു മറ്റേ പരിപാടിക്ക്. എന്നിട്ട് ഞങ്ങള് ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ കേക്കൊക്കെ മുറിച്ച് ഇപ്പൊ കൊടുത്തോ ആദ്യം. അതെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കേക്ക് തന്നത് ലബാബി കേക്ക്സ് ആണ് കണ്ടത്. അതെ നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്ത ലബാബി കേക്ക്സ് ആട്ടോ. ഒരു താങ്ക് യു ലബാബി. ഇവര് നമുക്ക് ഒരുപാട് കേക്ക്സ് കാര്യങ്ങൾ 1 മില്യൺ ഒക്കെ ഇവര് തന്നിക്കണ്. അപ്പൊ നാട്ടിലേക്ക് ഖത്തറിലേക്കൊക്കെ സർപ്രൈസ് ആയി ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ എന്താണ് എനിക്ക് പറയാനല്ലേ? മാമാക്ക് കൊറേ പറയാനുണ്ട്. 22 വർഷത്തെ സഹിച്ചതാണ് മാമ. 22 വയസ്സായിട്ട് അവന് വെള്ളിയാഴ്ചയാണ് പ്രസവിച്ചത്. അതേ വെള്ളിയാഴ്ചയാണ് അവന്റെ ബർത്ത്ഡേ ആയത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു കേക്കിന് അപ്പൊ ഇൻഷാല്ലാ ഞങ്ങള് എന്താ ഇന്ന് ജസ്റ്റ് കേക്ക് മുറി തന്നെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ നീച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഇന്നിപ്പോ എന്താണ് നമുക്ക് ചെയ്യാ. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് വെറും കേക്കും ആഘോഷം മാത്രമാണോ? അപ്പൊ അർഹതപ്പെട്ടവർക്ക് നമുക്ക് ഇന്ന് നമ്മള് ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മള് അർഹതപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഫാമിലിക്ക് നമ്മളെ വക ഫുഡ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തിക്കണ്. ഇപ്പൊ എത്തും. എന്നിട്ട് അത് പാക്കൊക്കെ ചെയ്ത് നമ്മള് ഓർക്ക് കൊടുക്കും. അതാണ് ഏറ്റവും വലിയ ബർത്ത്ഡേ സ്പെഷ്യല്. ഇതിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രല്ല അല്ലെ, അതൊരു എല്ലാരും ജനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സന്തോഷത്തില് അല്ലെ നമുക്ക് ഓർക്കും കൂടി അർഹതപ്പെട്ട ഫാമിലിക്ക് നമ്മള് കണ്ടുപിടിച്ചിട്ട് കൊടുക്കാൻ പോവാണ് ഞങ്ങള്. ഓക്കെ, അപ്പൊ ആ വീഡിയോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഫുഡൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചു. നമുക്ക് കൊടുക്കാൻ പോയാലോ ലാമി? അതെ, ലാമി എന്നിട്ടില്ല ആദ്യത്തെ ബർത്ത്ഡേ. പുതിയ മെമ്പർ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഞങ്ങള് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ അർഹതപ്പെട്ട ഒരാള് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ മാമണ്ട് അല്ലേ. ഫസ്റ്റ് മാമാക്ക് അല്ലാണ്ട് പിന്നെ ആർക്കാ കൊടുക്കുക അല്ലേ? ലാമിക്കാണോ? അർഹതപ്പെട്ട എന്തായാലും ഞാൻ മാമാന്റെ അറ്റന്ന് വന്നാണല്ലോ. അപ്പൊ ഫസ്റ്റ് തന്നെ മാമാക്ക് തന്നെ കൊടുത്തു. അപ്പൊ നമുക്ക് പോയി നോക്കാം. കമോൺ ആശി, വണ്ടി എടുക്കൂ.
അങ്ങനെ നമ്മളെ ഭക്ഷണം കൊണ്ടുള്ള യാത്ര സ്റ്റാർട്ടാക്കിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നമ്മളെ നാട്ടിൽ എത്രങ്ങാനും ആൾക്കാർ ഉച്ചയായിട്ടും വൈകുന്നേരം 3 മണിയായാലും ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ എത്രമാത്രം സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ശരിക്കും മനസ്സിലായി. അങ്ങനെ നമ്മളെ ഭക്ഷണം കൊടുക്കൽ സ്റ്റാർട്ടാക്കി. ഇതിൽ 1-2 രംഗങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രചോദനമായി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ഒരു പറഞ്ഞത്. ആദ്യമൊക്കെ ഒരു ചിരിച്ച് കളിച്ച് ഒരു പറയണ കേട്ടപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഒരെന്തായാലും പറഞ്ഞതല്ലേ കേട്ട് ഒരു പറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി ഓല്. അപ്പോഴാണ് ഒരു ഫാമിലി ഫുള്ള് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്കും കൂടി ഫുഡ് താന്ന് പറയണത്. ശരിക്കും അത് കണ്ടപ്പം കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു വന്നു. ഒരുപാട് സന്തോഷമുണ്ട്, എങ്ങനെ പറയാമെന്നറിയില്ല. ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത് നിങ്ങൾക്കും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു പ്രചോദനം ആവട്ടെ. നിങ്ങളും നാളെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഫുഡൊക്കെ കൊടുക്കാനുള്ളൊരു തോന്നൽ വരട്ടെ. എല്ലാവരും ഇതുപോലെ സഹായിക്കുക, പറ്റണ പോലെ സഹായിക്കണം. ഇതിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഹാപ്പിനെസ്, റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാരണം വേറെയുള്ളവർ ഹാപ്പി ആവുക, അതേപോലെ വേറെയുള്ളവർ ചിരിക്കുക, എങ്ങനെയാണെന്ന് പറയാറില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം കുറേ ഗിഫ്റ്റൊക്കെ വരുന്നുണ്ട്. ഇതാ ടീഷർട്ടൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പം തന്നെ എല്ലാവർക്കും സന്തോഷം. അപ്പം ബൈ ബൈ.